തലശ്ശേരിയിൽ SI-മാരെ സ്ഥലം മാറ്റിയതിൽ പോലീസുകാർക്കിടയിൽ അതൃപ്തി ശക്തമാവുകയാണ്. മണോലിക്കാവ് സംഘർഷത്തിൽ CPIM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത SI-മാരുടെ സ്ഥലം മാറ്റത്തിലാണ് അതൃപ്തി. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങളെന്ന് യാത്രയയപ്പിൽ നൽകിയ ഉപഹാരത്തിൽ കുറിച്ചു. SI-മാരായ ദീപ്തി, അഖിൽ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം. നിഖിൽ, മനോവീര്യം തകർത്തത് ഉപഹാരങ്ങളിൽ പ്രതിഫലിച്ചു അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം തലശ്ശേരി സ്റ്റേഷനിലെ SI-മാരായ ദീപ്തി, അഖിൽ എന്നിവരെ സ്ഥലം മാറ്റിയത് ഔദ്യോഗിക നടപടിക്രമത്തിന്റെ ഭാഗമായാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് സേനയിലുള്ള ആളുകൾ അത് ആ നിലയ്ക്ക് എടുത്തിട്ടില്ല. പ്രത്യേകിച്ചും തലശ്ശേരി പോലീസ് സ്റ്റേഷനിലുള്ള സഹപ്രവർത്തകർ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 SI-മാരെ സ്ഥലം മാറ്റിയത് അങ്ങനെ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായല്ല എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇരുവർക്കും നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ കൈമാറിയ മൊമന്റോകളിലാണ് ഇത്തരത്തിൽ അവരുടെ അതൃപ്തിയും പ്രതിഷേധവും അറിയിക്കുന്ന വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ഈ പോലീസുകാർ നൽകിയ മൊമന്റോയിൽ എഴുതി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. നമുക്ക് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് തലശ്ശേരി മണോളിക്കാവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാകുന്നു. തുടക്കത്തിൽ ഉണ്ടാകുന്നത് CPIM BJP സംഘർഷമാണ്. ആ സംഘർഷം തടയാൻ ശ്രമിച്ച ഈ ദീപ്തിയുടെയും അഖിലിന്റെയും നേതൃത്വത്തിലുള്ള പോലീസുകാരെ CPIM പ്രവർത്തകർ മർദ്ദിക്കുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഈ CPIM പ്രവർത്തകർ ഇവരോട് രണ്ടുപേരോടും ഭീഷണിയായി പറഞ്ഞിരുന്നത് CPIM-കാരാണ്, ഞങ്ങളാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളെ തൊട്ട് കളിച്ചാൽ നിങ്ങൾ ഒരാളും തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കാണില്ല എന്നൊരു ഭീഷണി ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ സംഭവത്തിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരെ ഈ ക്ഷേത്രമുറ്റത്ത് പൂട്ടിയിടുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അത് മാത്രമല്ല, പോലീസ് വാഹനത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ ഇരുത്തിയ പ്രതിയെ ബലം പ്രയോഗിച്ച് ഇറക്കി കൊണ്ടുപോകുന്നത് വരെ അവിടെ കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ CPIM പ്രവർത്തകർ ആ നിലയ്ക്ക് പോലീസിനെ ഒരു തരത്തിലും പരിഗണിക്കാതെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ശക്തമായ നടപടികൾ ഇവർ രണ്ടുപേരും, ദീപ്തിയും അഖിലും SI-മാർ എന്ന നിലയിൽ സ്വീകരിച്ചിരുന്നു.